ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബജാജ് സീലിംഗ് ഫാൻ ചെക്ക് ചെയ്യുന്ന വിധമാണ്. അതിൻ്റെ വൈൻഡിങ് ബ്രേക്കായിട്ടാണ് ഇത് സർവീസിന് വന്നേക്കുന്നത്. അതെങ്ങനെ നമുക്ക് ആ വയറൊക്കെ ചെക്ക് ചെയ്യുന്നതും അതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ മാറ്റാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററിൻ്റെ 2 വയർ വിടിയിച്ചിട്ട് ആണ് ചെക്ക് ചെയ്യേണ്ടത്. വൈൻഡിങ്ങിലേക്ക് വന്നേക്കുന്ന 3 വയറുണ്ട്. ആ 3 വയറിൽ ഒരു വയർ കോമണും ഒരു വയർ സ്റ്റാർട്ടിങ്ങും മറ്റേത് റണ്ണിങ്ങും ആയിരിക്കും. ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓംസ് മൾട്ടിമീറ്ററിലാണെങ്കിൽ ഓംസ് നോക്കിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കാം. അപ്പോൾ ടെസ്റ്റ് ലാമ്പിലെ വെളിച്ചത്തിൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കും അതിൻ്റെ ഇത്. ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ലാമ്പാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ഒരു കോമണും അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ് ഇപ്പോൾ നോക്കിയത്. ആ സ്റ്റാർട്ടിങ് കോമണും തമ്മിൽ ടച്ച് ചെയ്തപ്പോൾ അതോടെ സ്പാർക്കിങ്ങും അത് വർക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ആ വൈൻഡിങ് ഓക്കെയാണ്. അടുത്തത് റണ്ണിങ് ആണ്. റണ്ണിങ് വൈൻഡിങ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ബ്രേക്കാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിനി അഴിച്ച് നോക്കേണ്ടി വരും. അതിൻ്റെ കപ്പാസിറ്റർ മറ്റുള്ള സാധനങ്ങൾ അഴിച്ചതിന് ശേഷം ഫാൻ്റെ 3 സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂ അഴിച്ച് നമുക്ക് ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിലെ വൈൻഡിങ് നമുക്ക് നോക്കാം. സ്പാർക്ക് ചെയ്ത് പൊട്ടിയതാണോ അല്ലെങ്കിൽ ബേണായിണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വൈൻഡിങ് വലിയ കാര്യമായ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ വയർ ബ്രേക്കായതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പിലെ കവറ് നമുക്ക് അഴിക്കണം. ആ ടോപ്പിലെ കവർ അഴിക്കണമെങ്കിൽ അതിൽ നിന്ന് വന്നേക്കുന്ന കണക്ഷൻ ലീഡ് പുറത്തെടുക്കേണ്ടതാണ്. അതിൻ്റെ ഷാഫ്റ്റിലൊരു ചാല് വെട്ടിയിട്ടുണ്ട്. ആ ചാലിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ട് പുറത്തേക്ക് എടുക്കാം. വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റാവുന്നതാണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റർ പുറത്തേക്ക് കിട്ടും. നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അതിലൊരു വയർ ബ്രേക്കായത്. ആ വയർ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ ഓടിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അത് വയർ കൂടുതൽ ബ്രേക്കിംഗ് ഉണ്ടോ അല്ലേ ആ ലീഡ് വയറായിട്ട് സ്പാർക്ക് ചെയ്ത് പൊട്ടിയതാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ലാമ്പ് വെച്ച് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വയറൊക്കെ സ്റ്റഡി ചെയ്യാം. ഈ ഫാന് 2 വൈൻഡിങ് ആണുള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ഒന്ന് റണ്ണിങ് വൈൻഡിങ്ങും. സ്റ്റാർട്ടിങ് വൈൻഡിങ് അകത്തും റണ്ണിങ് വൈൻഡിങ് പുറത്തുമാണ് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. റണ്ണിങ് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇത് നമുക്ക് ബൾബിൻ്റെ വെളിച്ചത്തിൻ്റെ തീവ്രത അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾക്ക് അത് അഴിച്ചെടുത്താൽ അത് വയറ് തിന്നായിട്ടുള്ള വയറായതുകൊണ്ട് പൊട്ടിപ്പോകാതെ നോക്കണം. ഇപ്പോൾ ഞാനത് 2 വയറും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെയും റണ്ണിങ്ങിൻ്റെയും വയർ പുറത്തെടുത്തു. ആ കോമൺ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് മഞ്ഞ വയറാണ്. ആ മഞ്ഞ വയറിൽ ഒരു സ്ലീവ് ഇട്ടിട്ടുണ്ട്. ആ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റണ്ണിങ് വൈൻഡിങ്ങിൽ നിന്നും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ നിന്നും വന്നേക്കുന്ന വയർ നമ്മളൊരു സ്ലീവ് ഇട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെ ചെയ്യണം. കാരണം അത് മറ്റു കോയിലുമ ടച്ച് ആവാതെ അത് പുറത്തേക്ക് എടുക്കേണ്ടത് ആണ്. അല്ലെങ്കിൽ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവും, വീണ്ടും കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലീവ് തന്നെ ഇട്ട് വയർ പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം ആ കോമൺ വയറിലേക്ക് നമ്മൾ ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. 2 വയറും ഒന്നിച്ചാക്കി ജോയിൻ്റ് ചെയ്യുന്നതിനാണ് കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ. അതിനുശേഷം ഇതൊരു കേബിൾ ടൈ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് കെട്ടി അത് അഴിഞ്ഞു പോകാത്ത വിധത്തിൽ നമ്മളതിനെ ലോക്ക് ചെയ്ത് നിർത്തണം.
അല്ലെങ്കിൽ പിന്നീട് സ്പാർക്കിങ്ങോ മറ്റുള്ള എന്തെങ്കിലും വന്ന് തകരാറാവാതെ അതിനെ ഭംഗിയായിട്ട് കെട്ടി റെഡിയാക്കി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ഇട്ടു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് എങ്ങനെയാണ്, വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളതിന് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറെക്കുറെ ഈ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ഇനി ചെക്കിംഗ് ആണ്. ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പം ഒന്നും കാണുന്നില്ല. അല്ലെന്ന് ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡാക്കി വിടുകയാണ്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി കപ്പാസിറ്ററാണ് കണക്ട് ചെയ്യേണ്ടത്. കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിനെ സ്പ്ലിറ്റാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ. ഇതിൻ്റെ അകത്ത് ഫിലിമാണ് ഉള്ളത്. കപ്പാസിറ്റർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലൈനിൽ ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഫിലിം എപ്പോഴെങ്കിലും അകത്ത് ഷോർട്ടാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ലൈനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ചായിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഇത് എപ്പോഴും സീരിയലായിട്ട് കണക്ട് ചെയ്ത് വേണം. നമുക്കിനി അത് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അത് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യണ കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഓടുന്നുണ്ട്. ഓക്കെ. ഇനി വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക്സ്.